السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, മറ്റു നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നമുക്ക് ഏറ്റവും അവസാനം നടന്ന ജൂൺ 18 നടന്ന നെറ്റ് എക്സാം അത് ക്യാൻസൽ ചെയ്യപ്പെട്ട വിഷമത്തിലാണ് ചിലർ. അതിനേക്കാൾ കൂടുതൽ അത് ആ ഒരു എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടതിന്റെ സന്തോഷത്തിലുള്ളവരാണ് ഒരുപാട് പേര്. കഴിഞ്ഞ നെറ്റ് എക്സാമിന് 2-3 ദിവസം മുൻപ് പലരും അഭിപ്രായപ്പെട്ടത് കുറച്ചും കൂടി ദിവസങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായി പഠിക്കായിരുന്നു എന്നായിരുന്നു. അങ്ങനെ ജൂൺ 18 വന്നു, നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് പലരും തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി ദിവസം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനായി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജൂൺ 19 തന്നെ പലരുടെയും പ്രാർത്ഥന പ്രകാരമാണെന്ന് തോന്നുന്നു എഴുതിയ എക്സാം ക്യാൻസൽ ചെയ്തത്. പക്ഷേ ക്യാൻസൽ ചെയ്ത് അടുത്ത നെറ്റ് എക്സാമിന്റെ ഡേറ്റ് വരാത്തത് കൊണ്ട് പലരും ഇപ്പോഴും ആ പഠനം റീസ്റ്റാർട്ട് ചെയ്തതായി കാണുന്നില്ല. അത് നോർമലി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ഇനിയും നമുക്ക് ഉണ്ടായിക്കൂടാ. നെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഉടൻ പ്രഖ്യാപിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും നിലവിൽ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? കഴിഞ്ഞ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇനി നമ്മളുടെ പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? NTA അതിനെ കുറ്റം പറഞ്ഞ് നമ്മൾ സമയം പാഴാക്കേണ്ടതുണ്ടോ? അങ്ങനെ പല കാര്യങ്ങളും നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കിന്ന് നമ്മളുമായി സംവദിക്കുന്നത് ഡോക്ടർ സുലൈമാൻ സാറാണ്. കേരളത്തിലെ പ്രഗത്ഭനായ മോട്ടിവേറ്ററാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളെ ഒരുപാട് നമ്മളുടെ പല മീറ്റിലും അദ്ദേഹം സംസാരിക്കാറുണ്ട്. അദ്ദേഹമാണ് നമ്മളുടെ ആദ്യമായി സംവദിക്കുന്നത്. കഴിഞ്ഞ് നമ്മളുടെ ഫോക്കസിന്റെ പുതിയ പ്ലാനുകളൊക്കെ അവതരിപ്പിക്കാൻ ഖാലിദ് സാറും നമ്മുടെ കൂടെ ഉണ്ട്. ഖാലിദ് സാറേയും സുലൈമാൻ സാറേയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മളോട് NTA എക്സാം ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ടും ഇനി നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സുലൈമാൻ സാർ ഡീറ്റെയിൽ നമ്മളോട് സംസാരിക്കും. അതിനു വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. أعوذ بالله بسم الله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. ഏറെ സ്നേഹ ആദരണീയരായ ഫോക്കസിന്റെ അഡ്മിൻസ് നസറുദ്ദീൻ സാർ, ഖാലിദ് സാർ, കഴിഞ്ഞ പരീക്ഷയിൽ നെറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുകയും പരീക്ഷ എഴുതുകയും അതോടൊപ്പം വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഇനി തയ്യാറെടുപ്പ് എങ്ങനെ എന്ന് ഏറെ പ്രതീക്ഷയോടുകൂടി ഈ വളരെ ചുരുങ്ങിയ സമയത്ത്, കൂടുതൽ സമയമൊന്നും നമ്മൾ ഈ മീറ്റിങ്ങിന് എടുക്കുന്നില്ല. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഈ ഒഫീഷ്യൽ മീറ്റിംഗ് പിന്നെ നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മറ്റു ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് വളരെ ഹ്രസ്വമായ ഈ മീറ്റിങ്ങിലെത്തിയ എല്ലാവർക്കും വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമത്തിൽ ഈ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പൊതുവെ വൈകുന്നേരമായി, രാത്രിയായി, പ്രത്യേകിച്ച് ഞായറാഴ്ച, അതിലുപരി ഇന്ന് കേട്ടറ്റ് എക്സാം കൂടി ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത് ഇന്നലത്തെ പഠനം കഴിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും, പരീക്ഷ എഴുതിയവരുണ്ടാവും, പരീക്ഷയ്ക്ക് വേണ്ടി മക്കളെ പഠിപ്പിക്കുന്ന ആളുകളുണ്ടാവും, മറ്റൊക്കെ ഉണ്ടാവും. ഈ നാളത്തേക്കുള്ള കാര്യങ്ങൾ പലതുമായി ഒരു വീക്കെൻഡ് പൂർത്തിയായിട്ട് നാളെ മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നതായി ബന്ധപ്പെട്ട കുറെ മൈൻഡ് ഓൾറെഡി നമ്മളിങ്ങനെ എന്തായിരിക്കും പല രൂപത്തും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് സ്ട്രെസ് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കുക, ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് ശ്വാസം എടുക്കുക. എല്ലാവരും നന്നായിട്ടൊന്നൊരു 2-3 തവണ ഒന്ന് ബ്രീത്ത് ഡീപ്പ് ചെയ്യുക. നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് ഒന്ന് വാം ചെയ്യുക. ഓക്കെ, 1-2 ചോദ്യങ്ങളിലൂടെ കടന്നു പോവാം. നേരത്തെ നസീറുദ്ദീൻ സാറ് ചോദിച്ച പോലെ ഈ പരീക്ഷ മാറ്റിവെച്ചതിൽ
സന്തോഷം തോന്നിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കൈപൊന്തിക്കുകയോ ജസ്റ്റ് ഒന്ന് ഒരു എസ് അടിച്ചാൽ മതി. ജസ്റ്റ് ഒരു എസ് അറിയിച്ചാൽ മതി. ഈ പരീക്ഷ മാറ്റി വെച്ചതിൽ സന്തോഷിക്കുന്നു എന്നുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഒരു എസ് ചെയ്താൽ മതി. ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പരീക്ഷ മാറ്റി വെച്ചതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള ആൾക്കാരൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ 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 12ൽ കൂടുതൽ ആളുകൾ കൈ പൊക്കിയിട്ടുണ്ട്. ഇതിലുപരി എസ് ടൈപ്പ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ 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 അപ്പോ ഇനി ഒരു സമയം ഒരു എസ് അല്ല 3 എസ് ഒന്നിച്ചടിച്ച ആളുകളുണ്ട് അല്ലേ? വളരെ സന്തോഷമാണ്. ഞാൻ ഇനിയാണ് പഠിക്കാൻ പോണത്, അല്ലെങ്കിൽ ഞാൻ ഇനിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന രൂപത്തിലാണ്. അപ്പൊ കുറെ ആളുകൾ എസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എസ് രേഖപ്പെടുത്തുന്നത് വെച്ചാൽ എനിക്ക് പരീക്ഷ മാറ്റിവെച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനി പരീക്ഷ മാറ്റിവെച്ചതിൽ ഞാൻ ഏറെ ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ നോ എന്ന് മാറ്റിവെച്ചതിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അങ്ങനെ ഉള്ള ആളുകൾ ഒന്ന് കൈപൊക്കോ. സോറി, ഒന്ന് ടൈപ്പ് ചെയ്യോ. ജസ്റ്റ് ഒന്ന് ടൈപ്പിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് പരീക്ഷ മാറ്റിവെച്ചതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്, വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ മീറ്റിംഗ് വളരെ എളുപ്പമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പോവാം. സ്വാഭാവികമായിട്ടും ഇന്ന് ചില ആളുകളൊക്കെ വളരെ സങ്കടത്തോടു കൂടി വിഷമത്തോടു കൂടി ചില ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ചാറ്റ് ബോക്സിൽ പറയുന്ന പോലെ എനിക്ക് മാറ്റിവെച്ചതിൽ വലിയ സങ്കടമുണ്ട്, വിഷമമുണ്ട് എന്ന് പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, അവര് ആ രൂപത്തിൽ പ്രതീക്ഷിച്ച് നേരത്തെ വല്ലാത്ത പ്രിപ്പറേഷൻ നടത്തിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി JRF ഉറപ്പിച്ച്, അല്ലെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ വന്നിട്ടുള്ള നെറ്റ് കിട്ടും, JRFിലേക്ക് എനിക്ക് എത്താൻ പറ്റും എന്ന് പ്രതീക്ഷ വന്നിട്ടുള്ള ഒരു എക്സാം. ആ എക്സാമിന് ഒരു പക്ഷേ ആഴ്ചകൾക്കപ്പുറം തന്നെ എക്സാം ചിരിക്കുകയും എക്സാമിന്റെ സമയമാവാൻ കാത്തിരിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൽ വലിയ സന്തോഷിക്കുകയും ക്വസ്റ്റ്യൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഏറെ സന്തോഷിച്ച് ഇനി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരൂല, എന്റെ ഉദ്ദേശം അതോട് പൂർത്തീകരിക്കപ്പെടും, ഇനി ഇങ്ങനെ എത്ര റിസ്ക് എടുത്ത് പഠിക്കാൻ കഴിയൂല എന്നൊക്കെ കരുതി നമ്മളെ കരിയറിലുള്ള മറ്റു പ്ലാനിങ്ങുകളിലേക്ക്, നമ്മളെ പരീക്ഷകള് മറ്റു പ്ലാനിങ്ങുകളിലേക്കൊക്കെ തിരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആളുകളും ഓൾറെഡി ഉണ്ട്. അത് ഇല്ല എന്നല്ല, അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോ അത് അവരോട് ആദ്യം ഒറ്റ വാക്കിൽ അവരോട് സംസാരിക്കാനുള്ള സംസാരത്തിലൂടെ ഞാൻ വേഗം കടന്നു പോകണം. അത്തരം ആളുകളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഈ വിഡ്ഢികളായ അല്ലെങ്കിൽ കഴിവില്ലാത്ത പൊട്ടന്മാര് നമ്മൾ പറയില്ലേ, അങ്ങനെ വിഡ്ഢികളായ ആളുകൾക്ക് കിട്ടുന്നതല്ല നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. നമ്മളങ്ങനെ ഒരു കറക്കി കുത്തി കിട്ടുന്നതല്ല നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, മറിച്ച് അത് പഠിച്ച ആളുകൾക്ക് കിട്ടുന്നതാണ്. മൊത്തം പരീക്ഷ എഴുതിയ ഒരു സബ്ജക്റ്റിൽ പരീക്ഷ എഴുതിയ ആളുകളിൽ 1% മാത്രം ലഭിക്കുന്നതാണ് JRF. അപ്പൊ അതൊരിക്കലും നമുക്ക് ഒരാൾ JRFിൽ അങ്ങോട്ട് എത്തിപ്പെടും, അതിനുള്ള വെൽ പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയാകുമ്പോൾ JRF ലക്ഷ്യം വെച്ച് പഠിച്ചിട്ട് എനിക്ക് JRF കിട്ടുമായിരുന്ന ഒരു പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ JRFന് വേണ്ടി ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെറുതെ കിട്ടിയതല്ല, മറിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ട് കിട്ടിയതാണ്. അപ്പൊ ഇനി ജസ്റ്റ് ഒരു 1 മന്ത് കൂടി കിട്ടുകയാണെങ്കിൽ, എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ, അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, നെറ്റ് JRF എത്തി നിൽക്കുന്ന അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയും പേടിക്കേണ്ട. നെറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് JRFിലേക്ക് എത്താനും JRF പ്രതീക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് JRF ഉറപ്പിച്ച് അത് നേടാനും പറ്റുന്ന ഒരു സുവർണ അവസരമാണ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാണ്ട് അതിൽ മറ്റൊന്നും അർത്ഥമാക്കേണ്ടതില്ല. എനിക്ക് കിട്ടാൻ പ്രതീക്ഷിച്ചിരുന്നതിന് അടുത്ത തവണ കിട്ടൂല എന്നുള്ളതല്ല, എനിക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ. കാരണം എനിക്ക് അത്രയും, ഞാൻ പരീക്ഷ എഴുതി പോന്നപ്പോൾ ഞാൻ ചില മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്, ചില പോരായ്മകൾ എനിക്ക് കണ്ടുവന്നിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകൾ തിരുത്താൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് അതിനെ കാണേണ്ടത്.
അപ്പൊ അതാണ് ആമുഖമായിട്ട് അത്തരം മാനസികാവസ്ഥയിൽ ഒരു പക്ഷേ ഇവിടെ അത് ടൈപ്പ് ചെയ്താൽ എന്തായിരിക്കും എന്നെ കുറിച്ച് ഈ മറ്റുള്ള ആളുകൾ വിചാരിക്കുക എന്ന നിലക്ക് ടൈപ്പ് ചെയ്യാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, ആ വിഷയത്തെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ്. അത് നീറ്റ് എക്സാമിന്റെ ഒക്കെ ഡേറ്റ് അവർ നേരത്തെ നിശ്ചയിച്ച പോലെ എത്രയും പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് PhD രജിസ്ട്രേഷൻ അല്ലെ, റിസർച്ചിന്റെ അതൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു നെറ്റ് എക്സാം വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി മാറണമെങ്കിലും PhD ചെയ്യണമെങ്കിലും ഒക്കെ വളരെ അത്യാവശ്യമായി ഉള്ളത് കൊണ്ട് അത്തരം പ്രോസസ്സ് യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഒക്കെ അത്തരം പ്രൊസീജിയറും പ്രോസസ്സും ഒക്കെ നടക്കാനുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പരീക്ഷ ഉടനെ നടക്കും. അത് നിർത്തിവച്ചിക്കല്ല, ക്യാൻസൽ ചെയ്ത് ഉടനെ നടത്തും എന്നുള്ള നിർദ്ദേശമാണ് അതിന്റെ ആമുഖ ഡേയ്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പരീക്ഷ മാറ്റിവെച്ച് നിർത്തിവെച്ചതൊന്നുമല്ല, നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, ഇനി ഇനി എനിക്ക് പറയാനുള്ള സംഗതി, വളരെ ചുരുങ്ങിയ വാക്കിലൂടെ പറയാനുള്ള സംഗതി, നമ്മൾ ഈ ഒരു സമയത്ത് പരീക്ഷ എഴുതി പോന്ന നമ്മൾ ചില സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം ചോദിച്ച ചോദ്യ പ്രകാരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പോസിറ്റീവാണ്. കാരണം പരീക്ഷാ ഹാളിൽ ചെന്ന സമയത്ത് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴാണ് ഞാൻ ഇന്ന ഏരിയകൾ ഞാൻ കവർ ചെയ്തിട്ടില്ല. ഈ ഫസ്റ്റ് എഴുതുന്ന ആളുകൾക്കൊക്കെ ഒരു 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 എക്സ്പീരിയൻസ് ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിരുന്നു. പെട്ടെന്ന് അത് ഒരു ഹാർഡ് കോപ്പിയിലേക്ക് ആ രൂപത്തിൽ ഒരു ഓഫ്ലൈൻ എക്സാം ആയപ്പോൾ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രയാസങ്ങളൊക്കെ സത്യത്തിൽ അറിഞ്ഞു മനസ്സിലാക്കി കുറെ കുറെ ബെനിഫിറ്റ് അതിലുണ്ട്. കാരണം പേപ്പറുകളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ആ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അതേപോലെ തന്നെ മറ്റു സംഗതികളൊക്കെ ചെയ്തു നോക്കാൻ, അവസാനത്തെ റഫ് പേജിലൊന്ന് ചെയ്തു നോക്കാൻ സ്ക്രീനിൽ ഇങ്ങനെ നിന്ന് അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് ആ സ്ക്രീനിൽ നിന്ന് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ആരോ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടി ക്ലാരിറ്റി, ചില ആളുകൾക്കൊക്കെ ക്ലാരിറ്റി നമ്മൾ മുമ്പ് എഴുതിയ പ്രത്യേകിച്ച് കാറ്ററ്റ്, കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങൾ എക്സാമിനെ പോലെയുള്ള ഇവിടെ ഹാർഡ് കോപ്പി വെച്ച് എഴുതുമ്പോൾ ഒരു സുഖം പലരും അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ആവാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യം, സാർ ടൈം കിട്ടിയതേ ഇല്ല, നമ്മൾ വിചാരിച്ച പോലെ ടൈം കിട്ടില്ല, പാസേജ് ഒക്കെ വായിച്ചു കഴിഞ്ഞു, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ചെയ്യാൻ നോക്കി, മാത്സിലെ ചില പ്രോബ്ലങ്ങളിലേക്കൊക്കെ പോയോടുകൂടി തന്നെ ടൈം കിട്ടിയില്ല സാർ. അപ്പം ഈ സമയത്ത് നമുക്ക് നല്ലൊരു ടൈമിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയി നമുക്ക് പോവാൻ, എങ്ങനെ നമ്മൾ ഈ സമയത്തിനുള്ളിൽ ഇത്രയും ഭാഗങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണലി വ്യക്തിപരമായിട്ട് നമുക്ക് ഒന്നുകൂടി, കാരണം പരീക്ഷ ഹാളിൽ നിന്ന് എനിക്ക് വരുത്തിയ വീഴ്ചകൾ ഇനി ഒരു ഫീ അടയ്ക്കാതെ, ഇനി ഒരു അപ്ലൈ ചെയ്യാതെ, ഇനി ആ ഒരു ഇതിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ പരീക്ഷ ഒന്നുകൂടി വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. നമ്പർ 1. നമ്പർ 2, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെട്ടു മനസ്സിലാക്കി കഴിഞ്ഞു, എനിക്ക് ഒന്നുകൂടി എളുപ്പമാണ്. ഓരോ പരീക്ഷകളും നമ്മളെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അപ്പോൾ അവര് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നമുക്ക് ആവശ്യം. ആ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. പക്ഷേ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ ടൈം വളരെ ചെറിയ ടൈമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് ലഭ്യമായിട്ടുള്ളത്. വിശിഷ്യ ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ ലീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നം വന്നിട്ടുള്ള നീറ്റ് എക്സാം ഒക്കെ ഡേറ്റ് അവർ കണ്ടല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് നടക്കുമെന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് എക്സാമും പ്രത്യേകിച്ച് ഇത് നടത്തുന്ന ആ ഒരു അതോറിറ്റി എത്രയും പെട്ടെന്ന് ഇത് നടത്തി അത് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞു. കാരണം അടുത്ത എക്സാം ഡിസംബറിൽ വരാനുണ്ട്, അതിന്റെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതിനു മുമ്പ് ഇതിന്റെ റിസൾട്ട് ഇടാനുണ്ട്, ആൻസർ ക്വസ്റ്റ്യൻ ചലഞ്ച്, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ ആ പരീക്ഷകൾ നടത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ലോക്കാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. ഉടനെ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമം നടത്തുക. എവിടൊക്കെയാണോ എൻ്റെ വീക്ക് പോയിന്റ്, ആ വീക്ക് പോയിന്റ് ഓരോന്ന് എടുത്തു കൊണ്ടുവരിക. കഴിഞ്ഞ എക്സാം വന്ന സമയത്ത് ട്രാൻസ്ലേഷൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു, നമ്മൾ ട്രാൻസ്ലേഷൻ അങ്ങനെ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ നെഹുവിന്റെ ഏരിയകൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ജനറൽ പേപ്പറിൽ ഞാൻ
തീരെ നോക്കിയിട്ടില്ല, സബ്ജക്റ്റ് മാത്രമാണ് കാര്യമായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ എവിടെയാണ് എന്റെ വീക്ക് പോയിന്റ്, ആ വീക്ക് പോയിന്റ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്തെടുക്കാനും ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാനും അതിന് സമയം കണ്ടെത്താനും ഞാൻ പഠിച്ചു മനസ്സിലാക്കി ഞാൻ നന്നായിട്ട് തറവായിട്ടുള്ള ചില ചില ഏരിയകളുണ്ട്. ആ ഏരിയ ജസ്റ്റ് ഒന്ന് ഒന്ന് എടുത്ത് മറച്ചു പോയി റീഡിങ് ആ രൂപത്തിലുള്ള റിവിഷൻ ആക്കി അതൊക്കെ മാറ്റാനും, അല്ലാത്തത് വെൽ പ്രിപ്പറേഷൻ ആക്കി മാറ്റിയാൽ ഇപ്പം ഇൻകേസ് ആ റിസൾട്ട് എങ്ങാനും വന്നാൽ കിട്ടുമായിരുന്നില്ല എന്നുള്ള നമുക്ക് ഓരോരുത്തർക്കും വലിയ സന്തോഷ വാർത്ത ആയിട്ടായിരിക്കും ആ പരീക്ഷകൾ നമുക്ക് ഉണ്ടാവുക. പലരും സങ്കടപ്പെടുന്ന കൂട്ടത്തിൽ അധികം ആളുകളും വലിയ സന്തോഷത്തിലാണ്. പക്ഷെ ആ സന്തോഷം നമ്മളായി എന്ത് ചെയ്യാൻ പാടില്ല. ആ സന്തോഷം നമ്മളിങ്ങനെ ഈ രൂപത്തിൽ ആമയുടെയും മുയലിന്റെയും കഥ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ ആ രൂപത്തിൽ മാറ്റിക്കൂടാ. പിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു, ഒറ്റ സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പരീക്ഷ എഴുതാൻ കഴിയില്ല. അതിൽ ഇടയിൽ ദിവസങ്ങൾ വരും, വെക്കേഷനുകൾ വരും, സ്കൂൾ പ്രോഗ്രാമുകൾ വരും, പഠിക്കാനുള്ള എക്സാംസ് വരും, ഒക്കെ വരും അല്ലെ. തിരയടങ്ങിയിട്ട് ഒരിക്കലും നമ്മുടെ ബോട്ട് വെള്ളത്തിലിറക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ബോട്ട് അവിടെ കപ്പൽ അവിടെ തുരുമ്പ് പിടിച്ച് നശിച്ചു പോവുകയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം അതിലേക്ക് നോക്കാനും, എന്നിട്ട് വരാനിരിക്കുന്ന എക്സാം അതിനെ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന രൂപത്തിൽ എക്സാമിന്റെ ഇന്നേ വരെ ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓരോ സമയം കഴിയുമ്പോഴും അതിന്റെ മോഡ് മാറുന്നു, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നു. ഒരുപക്ഷെ 5 വർഷം അടുത്തു നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ സിലബസിൽ തന്നെ മാറ്റങ്ങൾ വരാനിരിക്കുന്നു. 2024 ഇതോടുകൂടിയൊക്കെ ഒരു പക്ഷേ സിലബസ് തന്നെ മാറുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത് എന്നാണ് നേരത്തെ അവരുടെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരുന്നത്. അപ്പൊ ഇനി സിലബസ് ഒക്കെ മാറി വരുമ്പോൾ അതൊക്കെ നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പോവേണ്ടി വരും. അപ്പൊ സിലബസിൽ മാറ്റം വരുന്നുണ്ട്. നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. അതിൽ ചിലപ്പോൾ മാറ്റം വന്നാലൊക്കെ നമ്മൾ കുടുങ്ങും. നിലവിൽ ഇപ്പൊ സമയം മാറ്റങ്ങളില്ല. അതേപോലെ തന്നെ അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ നമുക്ക് പ്രയാസമായി മാറും. പിന്നെ സബ്ജക്റ്റ് വൈസ് ഇപ്പം ജനറൽ പേപ്പറിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു പേപ്പറിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ അതിന്റെ സബ്ജക്റ്റ് പേപ്പർ നോക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതും നിലവിലില്ല. ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും ടോട്ടൽ കിട്ടിയ മാർക്ക് എത്ര ആയാലും അതിന്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് ഇപ്പോൾ നെറ്റും JRF കൊടുക്കുന്നത്. അപ്പൊ അത് തുടങ്ങി എല്ലാ പ്രയാസങ്ങളും നമുക്ക് ഒരു പക്ഷേ ഉണ്ടാവും. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഇപ്പൊ നമ്മൾ പരീക്ഷ ഒറ്റ പേപ്പറിലല്ലേ, പക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഫസ്റ്റ് പേപ്പറിന് ഒരു പ്രത്യേക സബ്ജക്റ്റ്, ഒരു പ്രത്യേക ബുക്ക്ലെറ്റ്. ആ ഫസ്റ്റ് പേപ്പർ 1 മണിക്കൂർ നേരം 60 മണിക്കൂർ കൊണ്ട് 50 ക്വസ്റ്റ്യൻ ചെയ്യല്. ഞാനൊക്കെ പരീക്ഷ എഴുതിയതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 മണിക്കൂറാണ് സബ്ജക്ട് പേപ്പർ. എന്നിട്ടോ സബ്ജക്ട് പേപ്പർ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കിടന്നുറങ്ങല. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഫസ്റ്റ് പേപ്പറിന്റെ എല്ലാ സാധനം അവർ റിട്ടേൺ വാങ്ങി വെച്ചതിന് ശേഷം തരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അത് മാത്രമല്ല, അതിന്റെ ഫസ്റ്റ് പേപ്പറിന്റെ മാർക്ക് സ്കോർ ചെയ്ത് അതിൽ നിശ്ചിത അളവ് മാർക്ക് കിട്ടിയ ആളുകൾക്ക് മാത്രമേ സെക്കൻഡ് പേപ്പർ വാല്യൂ ചെയ്യുമായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഒറ്റ ബുക്കിലെറ്റിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ തന്നിട്ട് അങ്ങനെയാണ് പരീക്ഷ. അപ്പൊ അതൊക്കെ ഓരോ സമയത്തും ഇങ്ങനെ ഈ അവസാന ഘട്ടത്തിൽ സഡൻ ഒരു ഒറ്റ ടേമിൽ ഇത് ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് മാറ്റിയതുപോലെ അവർക്ക് അതിനൊക്കെയുള്ള അതോറിറ്റിക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ, ഓൺലൈൻ എന്ന് ഓൺലൈൻ. അവർ നമ്മുടെ സെന്റർ മാറ്റിയിട്ട് ഇവിടുന്ന് ദൂരെ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഈ ചാൻസ് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അതിന് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ നിർദ്ദേശങ്ങൾ ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ഖാലിദ് സാറും നസീറുദ്ദീൻ സാറും നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അവരുടെ സംസാരത്തിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ സന്തോഷം ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ തിരക്കുകൾക്കിടയിൽ, കുറേ ഓൺലൈൻ മീറ്റുകൾക്കിടയിൽ ഒക്കെ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ അതിന്റെ ഒരു പ്രീ പ്ലാനിന് വേണ്ടി എത്തിയിട്ടുള്ള എല്ലാവർക്കും അവരുടെ എന്തൊരു അർത്ഥത്തിലാണോ അവർ ഈ ഒരു ഒരുക്കം ഈ ഒരു സജ്ജമാകുന്നത് അത് അവർക്ക് സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു ഫോക്കസ് അക്കാദമിയുടെ കീഴിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കൂടെ
ഇത്തരം പരീക്ഷണ സന്ദർഭങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു വെരി മച്ച്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറുൽ ജസാ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ഈ ഒരു സമയത്ത് ലഭിക്കേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകിയ സുലൈമാൻ സാർക്ക് എല്ലാവിധ കൃതജ്ഞതകളും അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു മീറ്റ് വളരെ കുറഞ്ഞ സമയമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി ഒന്ന് നമ്മൾ അറിയിക്കുന്നത്, ഇതിലിപ്പോ പല രൂപത്തിലുള്ള ആളുകളുണ്ട്. നേരത്തെ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ഏകദേശം 99% ആളുകളും, അല്ല 100% ആളുകളും തന്നെ എക്സാം മാറ്റി വെച്ചതാണ് നല്ലത് എന്ന അഭിപ്രായമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു എക്സാം കൂടി എഴുതാനുള്ള ചാൻസ് ലഭിച്ചു എന്നുള്ളതിലാണ് ഏറ്റവും പോസിറ്റീവായിട്ട് എല്ലാവരും എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒന്നുകൂടെ നമുക്ക് അവസരം ലഭിക്കേണ്ടിയിരുന്നു, ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളിടത്ത് നമുക്കൊരു ചാൻസ് കൂടി ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ കൂട്ടത്തിൽ ഓൾറെഡി ഫോക്കസിൽ ഇപ്പോ ജൂൺ ബാച്ചിലുള്ള പഠിതാക്കളുണ്ട്, മുമ്പ് ഫോക്കസിൽ ഉണ്ടായിരുന്ന പഠിതാക്കളുണ്ട്. ഇനി ഫോക്കസിൽ നെറ്റ് കോച്ചിങ്ങിനായിട്ട് ജോയിൻ ചെയ്യാത്ത, സ്വന്തമായി പഠിച്ച് നെറ്റ് എഴുതിയ ആളുകളൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ട്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നമ്മുടെ പഠനത്തെ ക്രമീകരിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ചുരുങ്ങിയ ദിവസങ്ങളായിരിക്കാം നമ്മുടെ മുമ്പിൽ ലഭിക്കുക. അത് കൃത്യമായിട്ട് NTA നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ തന്നെ നമുക്ക് അറിയുള്ളൂ. എന്തായിരുന്നാലും കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പൊ ആ ഉള്ള ദിവസത്തെ നമുക്ക് പുതുതായി കുറെ ഇനി പഠിക്കുക എന്നുള്ളതിലപ്പുറം നമ്മളിപ്പോ ഓൾറെഡി എക്സാം എഴുതിയ ആളുകളാണ്. അപ്പോ ആ എക്സാമിന് നമ്മൾ പഠിച്ച വിഷയങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ, എന്ന് വെച്ചാൽ മറന്നുകൂടാ. കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ പ്രത്യേകത നമുക്കറിയാം, നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കണം. അതോടൊപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മിക്കവാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് അതനുസരിച്ചായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഫോക്കസിലെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്തുകൊണ്ടാണ് ഓരോ യൂണിറ്റുകളിലെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് ലഭിച്ച ഈ ഒരു നോളേജ് അല്ലെങ്കിൽ അറിവ് നഷ്ടപ്പെടാൻ നമ്മൾ ഈ ഒരു സിലബസുമായി ചെറിയ ടച്ച് വിട്ടാൽ തന്നെ നമുക്കത് നഷ്ടപ്പെടും. അപ്പോ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ കുറച്ചാണെങ്കിൽ കുറച്ച് ആ പഠിച്ചത് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. എക്സാം എന്നാണോ നടക്കുന്നത് അതുവരെ നമ്മുടെ പഠനം സജീവമായി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. അതൊരു വേള JRF ലഭിക്കും എന്ന രൂപത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരിൽ ഉണ്ടാവേണ്ടത്, നമ്മൾ എത്ര പഠിച്ച വിഷയമാണെങ്കിലും ആ ഭാഗം നമ്മൾ ടച്ച് വിട്ടുകൂടാ. കാരണം ഇപ്പോ ഈ ലാസ്റ്റ് എഴുതിയ എക്സാം അനുഭവിച്ച ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ആളുകൾക്കറിയാം, നമ്മൾ പഠിച്ച ഭാഗങ്ങൾ തന്നെയാണെങ്കിലും കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വേള നമ്മൾ അത്ര തന്നെ ശ്രദ്ധിക്കാത്ത ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോ യൂണിറ്റ് 7 ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ മോഡേൺ ലിറ്ററേച്ചറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടി കാണാത്ത ചില പുസ്തകങ്ങളെ കുറിച്ച്, അതേപോലെ തന്നെ ചില ഏരിയകളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കൊന്നുകൂടെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോവേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു എക്സാം ആണ് നടന്നത്. ഇനി ഒരു പക്ഷെ നമ്മൾ ഡീപ്പായിട്ടൊന്നും നോക്കല്ല വേണ്ടത്, കാരണം അടുത്ത എക്സാം ഒരു പക്ഷേ ചിലപ്പോ ഒന്നുകൂടെ ലിബറൽ ആയേക്കാം ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കതും നഷ്ടപ്പെട്ടുകൂടാ. അപ്പൊ എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുവരേണ്ടത്. പുതുതായി പഠിക്കുന്നതിലപ്പുറം നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ, എന്ന് വെച്ചാൽ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 10 വരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മുടെ പഠനത്തെ ക്രമീകരിക്കുക. അത് ജനറൽ പേപ്പർ ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് അറബിക് ആയിരുന്നാലും ആ രൂപത്തിൽ വേണം നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഷെഡ്യൂൾ കൊണ്ടുവരാൻ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ ഫോക്കസിലുള്ള നമ്മുടെ ഇനിയുള്ള പഠന രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ജൂൺ ബാച്ചിലുള്ള ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാത്ത ആളുകൾക്കും സ്വന്തമായി ഇതേ രൂപത്തിലുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കാം. ആ അർത്ഥത്തിൽ പറയുകയാണ്. ഒന്നിപ്പോ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിവിധ ഗ്രൂപ്പുകളിൽ ഒരുപക്ഷെ അതിന്റെ
ആൻസറുകൾ ഏത് എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതിലപ്പുറം നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സാധാരണ എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ള പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ആ യൂണിറ്റുകളെ ബേസ് ചെയ്തിട്ട് തന്നെ അനാലിസിസ് ചെയ്യാനാണ് ഇൻഷാല്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. അത് മിക്കവാറും എല്ലാ ദിവസവും 2 സമയങ്ങളിലായിട്ടാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. രാവിലെ 6:30 മുതൽ ഏകദേശം 1 മണിക്കൂർ, വൈകിട്ട് ഒരു നമുക്ക് അധ്യാപകരുടെ സമയവും കൂടി നോക്കിയിട്ട് മിക്കവാറും നമ്മളിപ്പോ സാധാരണ ലൈവ് നടക്കാറുള്ള 8:45 മുതൽ ഒരു 9:45 വരെയുള്ള ഏകദേശം 1 മണിക്കൂർ ഷെഡ്യൂൾ വെച്ച് അങ്ങനെ 2 സമയങ്ങളിലായിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പേപ്പർ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ഓരോ യൂണിറ്റുകളും എന്ന് വെച്ചാൽ 10 യൂണിറ്റുകളും അത് പേപ്പർ 1ഉം പേപ്പർ 2ഉം രണ്ടും പൂർണ്ണമായും അനാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രൂപത്തിലുള്ള ഒരു ഷെഡ്യൂളാണ് നമ്മളിപ്പോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 40+ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ 40+ സെഷൻസിലൂടെ പൂർണ്ണമായിട്ടും നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിൽ ജനറൽ പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് അറബിക്കും രണ്ടും കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഷെഡ്യൂളാണ് നമ്മളിപ്പോ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഷെഡ്യൂൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇനി നമ്മൾ അമാന്തിച്ചൊരിക്കലും നിൽക്കരുത്. ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ നൽകുന്ന ആ ഒരു ടാസ്ക് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമുക്കിപ്പോ ഈ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ചാൻസ് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ വേണം നിങ്ങൾ ഇനി നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്താണ്. അതിൽ ഓരോ ദിവസവും ഇൻഷാ അള്ളാ നമ്മൾ മോക്ക് ടെസ്റ്റ് കൂടി പ്രത്യേകമായി ആ ദിവസത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ടെസ്റ്റ് കൂടി പ്രൊവൈഡ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ആ അർത്ഥത്തിൽ നിങ്ങൾ പഠനം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കിപ്പോ കിട്ടിയ ഈ ഒരു ചാൻസ് നേരത്തെ സുലൈമാൻ സാർ സൂചിപ്പിച്ച ആ ഭാഗം നിങ്ങൾ ഒന്നുകൂടി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല, എന്നാൽ നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ നമ്മൾ കേൾക്കുന്നു. അതുപോലെ 2018 മാറിയ അല്ലെങ്കിൽ 19 മാറിയ ആ സിലബസ് പ്രകാരം നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇനി സിലബസ് മാറിയാൽ എത്രത്തോളം പുതിയ ഏരിയകൾ വരും എന്ന് നമുക്കറിയില്ല. അഥവാ വരികയാണെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ കൈകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോ നമ്മൾ ഓൾറെഡി നോട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനിയും പുതിയ ഏരിയ പഠിച്ച് വീണ്ടും നെറ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതിലേക്കൊന്നും എത്താതെ ഇത്തവണ തന്നെ നമ്മൾ ഇൻഷാ അള്ളാ നമ്മുടെ ലക്ഷ്യമായ JRF അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന രൂപത്തിൽ തന്നെ എല്ലാവരും നമ്മോട് കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ, ഇതിപ്പോ നമ്മുടെ ജൂൺ ബാച്ചിലുള്ള ആളുകളോടാണ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ 2500 രൂപ പേപ്പർ 1നും പേപ്പർ 2നും അടച്ച് ജോയിൻ ചെയ്ത ആളുകളോടാണ്. അപ്പോ അവർക്കായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ കോഴ്സ് ഫീ ഒന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. ഇനി നമ്മോട് കൂടെ ഈ ഒരു ചുരുങ്ങിയ കാലയളവ് അത് നമ്മൾ 40+ സെഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര പറയാനുള്ള കാരണം അഥവാ പെട്ടെന്ന് എക്സാം ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഈ സമയം ഒന്നുകൂടെ എന്ത് ചെയ്യും, ഇപ്പൊ രാവിലെയും വൈകുന്നേരവും നമ്മൾ 2 തവണയായിട്ട് തന്നെ പൂർണ്ണമായും എല്ലാ ദിവസങ്ങളും കൊണ്ടുപോകേണ്ടി വരും. ഇനി അതല്ല നമുക്ക് കുറച്ചുകൂടെ ദിവസങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 എന്നുള്ളത് ഒരു പക്ഷേ 50 അല്ലെങ്കിൽ 60 വരെ സെഷൻസ് നിങ്ങൾക്ക് ലഭിച്ചേക്കും. അപ്പൊ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസിനോടൊപ്പം പഠനത്തിൽ ചേരാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. വെറും 300 രൂപയാണ് നമ്മൾ പുറത്തു നിന്നുള്ള ആർക്കും ജോയിൻ ചെയ്യാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു ജൂൺ എക്സാം എഴുതാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫോക്കസിനോട് കൂടെ ജോയിൻ ചെയ്യാവുന്ന ഫീ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് ഇൻഷാല്ല ഗ്രൂപ്പുകളിലൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായി പഠിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. ടച്ച് വിട്ടോ തീർച്ചയായിട്ടും നമ്മൾ ആ ഭാഗത്ത് നിന്ന് പിന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് ഈ ഒരു 40 സെഷൻസ് അല്ലെങ്കിൽ 40+ സെഷൻസ് എന്ന് പറഞ്ഞതിൽ 2 ഭാഗം ഉണ്ടാവും. പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് പുതുതായി നമുക്ക് പഠിക്കാനുള്ളതല്ല, മറിച്ച് മൊത്തത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതുവരെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ അഥവാ നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി
അനാലിസിസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ടോ ആ ഭാഗം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാം കൂടെ നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നാൽ നമ്മൾ പ്രധാനമായി പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും. അതിനു പുറമെ നമ്മളിപ്പോ ഒരു ഹവർ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം 2 ഹവറാണ് ക്ലാസ്സിലൂടെ ലഭിക്കുന്നതെങ്കിൽ അതിന് പുറമെ നിങ്ങൾക്ക് കൂടെ സ്വന്തമായി വായിക്കാനുള്ള പ്രേരണ കൂടി നമുക്ക് ക്ലാസ്സിലൂടെ ലഭിക്കും. അതാണ് ഇപ്പൊ ഒരു കോച്ചിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സ്വന്തമായി നമ്മൾ പഠിക്കുന്നതിനപ്പുറം കൃത്യമായ ഒരു ഗൈഡ് ലൈൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആ കേട്ട ക്ലാസ്സിലൂടെ ഇനി എന്തൊക്കെ എക്സ്ട്രാ വായിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്കും ഒരു ഷെഡ്യൂൾ ഉണ്ടാവുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിലൂടെ ലഭിക്കുന്ന പോസിറ്റീവ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾക്കും വേണമെങ്കിൽ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായിരുന്നാലും എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ പഠനം സജീവമാക്കുക എക്സാം വരെ. ഇനി ഒരു ഡിസംബർ എക്സാമിനും നമ്മൾ ഒരുപാട് സമയം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിൽ കാണാതെ ഈ ജൂൺ എക്സാമിൽ നമുക്ക് ലഭിച്ച 2ാമത്തെ ചാൻസ് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ച് അടുത്ത ഈ ഒരു എക്സാമിൽ തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF തന്നെ ക്വാളിഫൈ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു ബാച്ചിലുള്ള ആളുകളോട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ സജീവമായി കൂടെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഷെഡ്യൂളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലൈവായി തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവുക. കാരണം മിക്കവാറും ദിവസങ്ങളിൽ 2 സെഷൻസ് ഉണ്ടാവും. അപ്പൊ പിന്നീട് അതൊക്കെ നമ്മൾ റെക്കോർഡ് കേൾക്കുക എന്നുള്ളത്, റെക്കോർഡ് വീഡിയോ കൂടി നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ആ റെക്കോർഡഡ് വീഡിയോ കേട്ട് ഫോളോ ചെയ്യാം എന്ന് വിചാരിക്കുന്നതിലപ്പുറം ലൈവിൽ തന്നെ എല്ലാവരും പങ്കെടുത്ത് കൃത്യമായി അതാത് ദിവസം നമ്മുടെ പഠന ഷെഡ്യൂളുമായി കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം വാക്കുകൾ ചുരുക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകമായി അറിയാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയവും കൂടി നൽകുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം വൈൻഡപ്പ് ചെയ്ത് മറ്റന്നാൾ അഥവാ ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് മിക്കവാറും എല്ലാവർക്കും കുറച്ച് പിന്നെ ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ട്രാൻസ്ലേഷൻ ഏരിയയാണ്. അപ്പൊ ട്രാൻസ്ലേഷനിൽ നിന്ന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആരംഭിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നഹ്വിലെ ക്വസ്റ്റ്യൻസ് ചിലരെയൊക്കെ ഒന്നുകൂടി കുഴപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഫോക്കസിൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ നെറ്റില് നമ്മളൊരു നഹ്വിന് ഫോക്കസ് ചെയ്ത് അങ്ങനെ ക്ലാസ് കൊടുക്കാറില്ല. യൂണിറ്റ് 10 ബന്ധപ്പെട്ട് ചെറിയൊരു ഭാഗം തത്ബീഖാത്തുൽ ലുഗവിയ്യ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് സാധാരണ ചെറിയ ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് PSC ക്ലാസ്സിൽ നമ്മൾ നൽകാറുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അതുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു എക്സാം കഴിയുന്നതിന് മുമ്പേ പൂർണ്ണമായും നിങ്ങൾക്ക് നൽകണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇപ്പോ ഈ ഷെഡ്യൂൾ പറഞ്ഞതിന് പുറമേയുള്ള ക്ലാസ്സുകളായിരിക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി ഫോക്കസ് PSC ഗ്രൂപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതായിരുന്നാലും അതിൽ ലഭിച്ചതാണ്. അതിന് പുറമെ നമ്മുടെ നെറ്റിൽ മാത്രം ജോയിൻ ചെയ്ത ആളുകൾക്ക് ആ ക്ലാസ്സും അതിന് പുറമെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ഡിസ്കഷൻസ് ഏത് പിന്നെ നഹ്വിന്റെ തന്നെ അതുകൂടെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് മാത്രമാണ് ഈ ഒരു പിന്നെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തൽക്കാലം വാക്കുകൾ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.